ഹലോ നമസ്കാരം. ഞാൻ ജയശ്രീ ഗോവിന്ദൻ, വറി ഫ്രീ റിട്ടയർമെന്റ് കൺസൾട്ടന്റ്. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം ഫ്രീലാൻസേഴ്സ് അല്ലെങ്കിൽ സെൽഫ് എംപ്ലോയേഴ്സ് ആയിട്ടുള്ളവർ ഇൻഷുറൻസ് എടുക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ്. തീർച്ചയായും സ്വന്തമായിട്ട് വർക്ക് ചെയ്യുന്നവർ അല്ലെങ്കിൽ സ്വന്തം ബിസിനസ് നടത്തുന്നവര്, അതല്ലെങ്കിൽ വർക്ക് എടുത്ത് നടത്തുന്നവര്, ഫ്രീലാൻസേഴ്സ് എന്ന രീതിയിൽ നടത്തുന്നവര്, ഇവരെല്ലാവരും തന്നെ ഇൻഷുറൻസ് എടുക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം അവർക്ക് അവരുടെ ഇൻകം എന്ന് പറയുന്നത് ഭയങ്കര ഫ്ലെക്സിബിൾ ആയിരിക്കും. കൃത്യമായിട്ട് ഇന്ന സമയത്ത് ഇത്ര രൂപ കിട്ടും അങ്ങനെയൊന്നും പറയാൻ പറ്റാത്തതാണ്. അവരെടുക്കുന്ന വർക്കിനനുസരിച്ചൊക്കെയാണ് അവരുടെ ഇൻകം വരുന്നത്. അപ്പൊ അത് ഒരു സ്റ്റഡി ആയിട്ടുള്ള ഇൻകം അല്ല, ഫ്ലെക്സിബിൾ ആണ്. അതുകൊണ്ട് തന്നെ കിട്ടുന്നതിൽ നിന്ന് നല്ല രീതിയിൽ സേവ് ചെയ്യാനായിട്ട് ശ്രമിച്ചാൽ മാത്രമാണ് നല്ല ഒരു റിട്ടയർമെന്റ് ലൈഫായാലും അവരുടെ ജീവിതത്തിലെ മറ്റു ഗോൾസിന് വേണ്ടിയിട്ടും അവർക്ക് ഫണ്ട് രൂപീകരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഒരു ജോലിക്കാരൻ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആൾക്ക് അവരുടെ എംപ്ലോയറിന്റെ വകയായിട്ട് അവർക്ക് അവിടെ ഒരു പെൻഷൻ സ്കീമിലേക്കുള്ള കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ മറ്റ് ഹെൽത്ത് ഇൻഷുറൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടാറുണ്ട്. ഫ്രീലാൻസേഴ്സ് അല്ലെങ്കിൽ സെൽഫ് എംപ്ലോയിഡ് ആയിട്ടുള്ള ആളുകൾക്ക് അത്തരം കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പം അതുകൊണ്ട് അവർ സ്വന്തമായി തന്നെ അത്തരം കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. പിന്നെ അവരുടെ എക്സ്പെൻസും ഇൻകവും തമ്മിൽ ഒന്ന് നല്ല രീതിയിൽ അലൈൻ ചെയ്ത് പോകണമെങ്കിൽ അവർ ആ എക്സ്പെൻസിനെ മാനേജ് ചെയ്യാൻ പഠിക്കണം. അവർക്ക് കിട്ടുന്ന ഇൻകത്തിനെ മാനേജ് ചെയ്യാൻ പഠിക്കണം. അപ്പോൾ ഇതെല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ അവരുടെ ജീവിതത്തിൽ മറ്റു അനിശ്ചിതത്വമൊന്നും ഉണ്ടാവാതിരിക്കാൻ, അല്ലെങ്കിൽ എന്തെങ്കിലും ആക്സിഡൻറ്റോ ഡിസേബിലിറ്റിയോ അല്ലെങ്കിൽ ഇൻ കേസ് എനി ഡെത്ത് അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അവരെ ഡിപ്പെൻഡ് ചെയ്ത് മുന്നോട്ട് പോകുന്നവർക്ക് യാതൊരു തടസ്സവും ഇല്ലാതിരിക്കാനുള്ള പ്ലാനിങ്ങും അവർ നടത്തേണ്ടതാണ്. അപ്പോൾ എന്താന്ന് വെച്ചാൽ ഈ ഫ്രീലാൻസേഴ്സും ഒക്കെ വർക്ക് ചെയ്യുമ്പോൾ ഒരു നിശ്ചിത സീസണിലോ അല്ലെങ്കിൽ നിശ്ചിത കാലത്തേക്കൊക്കെ ആയിരിക്കാം അവർക്ക് വർക്കൊക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ അതുകൊണ്ട് കിട്ടുന്ന ഇൻകത്തിൽ നിന്ന് അതിനെ നല്ല രീതിയിൽ മാനേജ് ചെയ്തുകൊണ്ട് ഒരു ലൈഫ് ഇൻഷുറൻസ്, ഹെൽത്ത് ഇൻഷുറൻസ്, റിട്ടയർമെന്റ് പ്ലാൻ ഇതെല്ലാം പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോയാൽ മാത്രമാണ് അവർക്ക് വർക്കില്ലാതിരിക്കുന്ന അല്ലെങ്കിൽ അവരെ ഒരു റിട്ടയർമെന്റ് ഏജിൽ അവർക്ക് നല്ലൊരു സേവിങ്സ് ഉണ്ടാവുകയും അവർക്ക് നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുമുള്ളൂ. അതുപോലെ തന്നെ അവരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന അവരുടെ ഫാമിലിയെ അല്ലെങ്കിൽ മറ്റ് മെമ്പേഴ്സിനെ അവർക്ക് യാതൊരു തടസ്സവും കൂടാതെ അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള ഫണ്ടിനുമൊക്കെ ഈ ഇൻഷുറൻസ് എല്ലാം സഹായിക്കുന്നതാണ്. ഇപ്പം മറ്റുള്ളവരെ പോലെ തന്നെ കുറച്ച് കൂടുതൽ റിസ്ക് ഇവർക്കുണ്ട്. കാരണം ഇവർക്ക് സ്വന്തമായിട്ട് തന്നെ ഇത്തരം കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിന് വേണ്ട കൃത്യമായ ഗൈഡൻസോട് കൂടി തന്നെ അവർ പ്ലാനിങ് നടത്തിയാൽ അവർ ലൈഫ് ഇൻഷുറൻസും ഹെൽത്ത് ഇൻഷുറൻസും ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് അവരുടെ ജീവിതത്തിൽ ഒരു സുരക്ഷിതത്വം, അവർക്ക് ഡിപ്പെൻഡൻസിനും ഒരു സുരക്ഷിതത്വം കിട്ടുന്നത്. അപ്പോൾ കൂടുതൽ നല്ല ഒരു അഡ്വൈസറുമായിട്ട് സംസാരിച്ച് അവരുടെ ജീവിതത്തിലെ ലക്ഷ്യങ്ങളും അവരുടെ റിട്ടയർമെന്റ് പ്ലാനിങ്ങും ഒക്കെ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. അതിനുവേണ്ട എല്ലാ ഗൈഡൻസും തരാൻ ഇൻഷുറൻസ് മന്ത്രാലയം ഞങ്ങൾ റെഡിയാണ്. ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലായ്പ്പോഴും പറയുന്ന പോലെ ഈ ഒരു സെപ്റ്റംബർ 30-ാം തീയതിയോടുകൂടി ഒരു റീഫൈലിംഗ് നടക്കുകയാണ് ഇൻഷുറൻസ് രംഗത്ത്. അതുകൊണ്ട് തന്നെ ലൈഫ് ഇൻഷുറൻസിലൊക്കെ കൂടുതൽ മാറ്റങ്ങൾ വരുന്നു. നല്ല ബെനിഫിറ്റുള്ള പല പോളിസികളും ചിലപ്പോൾ നിർത്തലാക്കാനും, അതുപോലെ ഇനി വരുന്ന പോളിസികളായാലും നിലവിലുള്ള പോളിസികളിലായാലും പ്രീമിയം ഒക്കെ കൂടാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ പ്ലാനിങ് കാര്യങ്ങളൊക്കെ നടത്താൻ ഉദ്ദേശിക്കുന്നവർ ഈ മാസം 30-ാം തീയതിക്കുള്ളിൽ തന്നെ അത്തരം കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്യുന്നത് വളരെ കുറഞ്ഞ പ്രീമിയത്തിൽ നല്ല ബെനിഫിറ്റോട് കൂടിയുള്ള സ്കീമുകൾ കിട്ടാനായിട്ട് സാധ്യത കൂടുതലാണ്. അപ്പോൾ എല്ലാവരും അതിന് ശ്രദ്ധിക്കുക. ഈ അവസരം നല്ല രീതിയിൽ യൂസ് ചെയ്യുക. ഇനി ഇതുവരെയും ചിലപ്പോൾ പ്രീമിയത്തിൻ്റെ പേരിലൊക്കെ ആയിരിക്കാം കുറച്ച് കൂടുതലാണെന്നൊക്കെ തോന്നിയതുകൊണ്ടോ അല്ലെങ്കിൽ ഇത്രയും പ്രീമിയം ഒന്നും എടുക്കണ്ട അല്ലെങ്കിൽ അത് എക്സ്പെൻസ് അത്രയും നോക്കണ്ട എന്നൊക്കെ വിചാരിച്ചിരുന്നവർ ഇനി അങ്ങോട്ട് വലിയ പ്രീമിയം കൊടുത്ത് ചിലപ്പോൾ ഇൻഷുറൻസ് കവറേജ് എടുക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഈ ഒരു അവസരം ഉപയോഗിക്കുക. ഇനിയുള്ള 3 ദിവസം മാത്രമേ മുന്നിലുള്ളൂ. അപ്പോൾ നല്ല രീതിയിൽ അത് യൂസ് ചെയ്യുക. ഏതൊരു ഗൈഡൻസിനും കൂടുതൽ ഇൻഫർമേഷനും ഞങ്ങളെ സമീപിക്കാവുന്നതാണ്, കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു എപ്പിസോഡിൽ കാണും വരെ ടേക്ക് കെയർ. ബൈ ബൈ.